1 മീറ്റർ തുണി പോലും ആവശ്യമില്ല ഈ ഒരു ടോപ്പ് ചെയ്യാൻ. അതുമല്ല ബിഗിനേഴ്സിന് വരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വീട്ടിലിടാൻ അടിപൊളിയാണ്. ഈ ഒരു ചൂട് കാലത്ത് ഇതുപോലുള്ള കോട്ടൺ ഡ്രസ്സസ് ഇട്ടാലല്ലേ നമുക്ക് കുറച്ചേലും ഒന്ന് കംഫർട്ടബിളായി നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കാം. എല്ലാവർക്കും തയ്യൽക്കടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് നമ്മൾ നൈറ്റി ഫാബ്രിക് വെച്ച് ഒരു ടോപ്പ് ചെയ്തില്ലായിരുന്നോ, അതിൻ്റെ ബാക്കി വന്ന ഫാബ്രിക്കാണ് ഇത്. ഇതിൻ്റെ നീളം വന്നിട്ട് 32 ഇഞ്ചും അതുപോലെ വീതി വന്നിട്ട് 17 ഇഞ്ചുമാണ്. അപ്പോൾ അത്ര തുണി മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് വരുന്നത് ഒരു 17 ഇഞ്ചും പിന്നെ അതുപോലെ ഈ ഒരു ലെങ്ത്തായിട്ട് വരുന്നത് 32 ഇഞ്ചുമാണ്. അപ്പോൾ നമുക്കിത് വെച്ച് പുറത്തു പോകുമ്പോൾ ഒരു ടോപ്പ്, ക്രോപ്പ് ടോപ്പും അതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു ചൂട് കാലത്ത് വീട്ടിൽ നിന്ന് ഇടാൻ കോട്ടൺ അല്ലാതെ വേറെ ഒന്നും പറ്റുന്നില്ല. കാരണം അങ്ങനെയാണ് വീട്ടിൽ കഷ്ടപ്പാട്, നല്ല ചൂടാണ്. അപ്പോൾ ഇതുപോലുള്ള 100% കോട്ടൺ തുണി ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ചൂട് കാലത്ത് നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ നമുക്കിതിനെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നോക്കിയാലോ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈറ്റാണ്. വലിയ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ ഈ നീളമില്ല ഭാഗമല്ലേ അത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6 ഇഞ്ചില്ലേ, അതായത് നമ്മുടെ ഷോൾഡർ ലെങ്ത്ത് 6 ഇഞ്ചാണല്ലോ, ഈ 6 ഇഞ്ച് പ്ലസ് സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ, ഞാനിവിടെ ഒരു 13 ഇഞ്ച് വെച്ചിട്ടാണ് മടക്കി കൊടുത്തേക്കുന്നത്. അതായത് മടക്കിയത് മുതൽ ഇതിൻ്റെ മടക്കറ്റം വരെ ഉള്ളത് 13 ഇഞ്ചാണ്. അപ്പം മടക്കി കഴിഞ്ഞാൽ നമുക്ക് 4 ഫോൾഡ് ചെയ്ത് കിട്ടുമല്ലോ. അതിൻ്റെ മുകളിൽ നമുക്ക് യൂസ് ആയിട്ടില്ല, അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പോ ചെറിയ ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്ലീവ്ലെസ് ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായി ആം ഹോൾ വരക്കാൻ വേണ്ടി പറ്റി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇടാനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചധികം ഗ്യാപ്പ് ഇട്ട് വരച്ചിട്ടുണ്ട്. നമ്മൾ വെട്ടിയെടുക്കേണ്ടത്, കാരണം ഇച്ചിരി ലൂസ് ഇരുന്നാലല്ലേ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നെക്കിൻ്റെ ആ ഒരു ഏരിയ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നോ നമ്മുടെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്, അതിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ നെക്കിൻ്റെ അളവ് മെഷർമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, 6 മീറ്ററും 3 മീറ്ററും ഉള്ള ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, റൗണ്ട് വരച്ചെടുത്തു. അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കിലും റൗണ്ട് നെക്കിനെയാണ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിലെ നെക്ക് കുറച്ചുകൂടെ കയറ്റിയിട്ടും ഫ്രണ്ടിലെ നെക്ക് കുറച്ചുകൂടെ താഴ്ത്തിയിട്ടുമാണ്. ഇത്രേ നമുക്ക് മാർക്കിങ്സ് വരുന്നുള്ളൂ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നോക്കിയേ, ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആം ഹോൾ നീട്ടി വരച്ചിട്ട് ബോഡിയും കൂടെ കൂട്ടി വരച്ചില്ലേ, ആ ഒരു മാർക്കിങ്ങും, ആ 2 മാർക്കിങ്ങേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, നമ്മൾ വരച്ചെടുത്തതിലൂട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ആം ഹോൾ പ്ലസ് ബോഡി പാർട്ടില്ലേ അതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ വരച്ചതിലൂടെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, മുകളിലുള്ള ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഭാഗവും താഴേക്കുള്ള നമ്മുടെ ലെങ്ത്തും മുറിച്ചെടുത്തു. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ്സ് ഇല്ലേ, സ്ലീവ്സും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സ്ലീവ്സ് നമ്മൾ ആ മടക്കി വെച്ച തുണിയില്ലേ അതിൻ്റെ അറ്റം വരെ വരുന്ന രീതിക്ക് മുറിച്ചെടുത്തോളാം. ഇതിപ്പോൾ സെയിം കളർ ഫാബ്രിക് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്ത. ഡിഫറെൻറ്റ് ഫാബ്രിക് ആണെങ്കിൽ ആ മടക്കിയത് മനസ്സിലായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സ്ലീവ്സ് മടക്കി വെച്ചതുകൊണ്ട് നമുക്ക് 2 സ്ലീവ്സും കൂടി ഇവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സ്ലീവ്സ് ഈ ഒരു ഷേപ്പിലാണ് സ്ലീവ്സ് കിട്ടുക. പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒന്നിച്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ മുകളിൽ തന്നെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ്സും കൊടുത്തു. അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തു, രണ്ടും ഒന്നിച്ച് വെച്ചിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. അപ്പം നമുക്ക് എന്തായാലും ബാക്ക് നെക്ക് കുറച്ച് കയറിയിട്ടാണല്ലോ കൊടുത്തത്, അപ്പോൾ അത് നമുക്ക് എഫക്റ്റ് വരില്ലല്ലോ. അപ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഫ്രണ്ട് നെക്കും കൂടെ കട്ട് ചെയ്തെടുത്തു. അപ്പം നമ്മൾ നേരത്തെ സ്ലീവ് മുറിച്ചത് ബാക്കി വന്ന പീസില്ലേ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ക്രോസ് പീസൊക്കെ എടുക്കാവേ. നമ്മൾ ഈ തുണീൻ്റെ ഡയറക്ഷൻ തന്നെ വലിച്ചു നോക്കുന്ന സമയത്ത് നോക്കി ഇത് അധികം സ്ട്രെച്ച് ആവുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ക്രോസായി വലിക്കുമ്പോൾ കണ്ടു ഈ ഒരു തുണി നല്ല രീതിക്ക് സ്ട്രെച്ച് ആവുന്നത്. അപ്പോൾ നമ്മൾ നെക്കും സ്ലീവ്ലെസ് ആണെങ്കിൽ സ്ലീവ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് പീസാണ് യൂസ് ചെയ്യുക. ഇതാകുമ്പോൾ അത്യാവശ്യം സ്ട്രെച്ച് ആവും. നേരെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇത് സ്ട്രെച്ച് ആവാനും പോകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ക്രോസ് ആയിട്ട് കുറച്ച് പീസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കി ഇങ്ങനെ ഇത് സ്ട്രെച്ച് ആവുന്നുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ അറ്റം എപ്പോഴും നമ്മളിങ്ങനെ വളച്ചിട്ട് വേണം എടുക്കാൻ. അത് കഴിഞ്ഞ് നല്ല വശം 2 ക്രോസ് പീസിൻ്റെ നല്ല വശത്തെ ആ ഒരു വളച്ച വരയില്ലേ അതിനോട് ഒന്നിച്ചാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതങ്ങ് നിവർത്തി കൊടുക്കുക മടക്കിയത്. എന്നിട്ട് ജസ്റ്റ് മെഷീനിലിട്ടിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുക. 1 സ്റ്റിച്ച് കൊടുത്താലും മതി. പിന്നെ കുറച്ചുകൂടെ തയ്റ്റുമ്പോഴുണ്ടെങ്കിൽ 2 കൊടുത്താൽ മതി.
അപ്പോൾ തൽക്കാലം ഒന്നേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ എക്സ്ട്രാ വന്ന പീസസ് ഒക്കെ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നോക്കി രണ്ടും ജോയിൻ ആയിട്ടുണ്ട്. ബാക്കിൽ കാണിച്ച് നമുക്ക് സ്റ്റിച്ച് കാണാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു ഷോൾഡർ തയ്ക്കുന്ന സമയത്ത് നമ്മളിത് വീട്ടിൽ നിന്ന് ഇടാനായതുകൊണ്ട് വളച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തു, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞങ്ങളധികവും 2 സ്റ്റിച്ച് ഷോൾഡറിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ച് ജോയിൻ ചെയ്ത ക്രോസ് പീസസ് ഇല്ലേ, ആ പീസ് വെച്ചിട്ട് നെക്കിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ക്രോസ് പീസ് നെക്കിൻ്റെ മുകളിൽ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് ചെയ്യുന്ന സമയത്ത് വലിച്ച് പിടിക്കാണ്ട് കൊടുക്കണം കേട്ടോ. വലിച്ച് പിടിച്ച് അവിടെ ഒരു ചുളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോർമലി നമ്മളെ നെക്കിൻ്റെ നല്ല ഭാഗമില്ലേ, നല്ല ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് അറ്റത്തൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അറ്റത്ത് കുറച്ച് കടത്തിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഇടുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, തുണി ഇങ്ങനെ മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഷോൾഡർ ജോയിൻ ചെയ്തത് കൊണ്ട് നമുക്ക് ഫുൾ റൗണ്ടിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ സെപ്പറേറ്റാണ് ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നാൽ വിഷയമില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആക്കിയിട്ട് എന്നാൽ നമ്മൾ ആ തുണീനെ വളച്ച് ഒരിക്കലും സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ പാടില്ല ക്രോസ് പീസ് വെക്കുന്ന സമയത്ത്, അത് മറന്നു പോകരുത്. എന്നിട്ട് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഇട്ട സ്റ്റിച്ചില്ലേ അതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെറിയ കട്ടിട്ട് കൊടുക്കുക ആ സൈഡിലായിട്ട്. അപ്പോൾ നമ്മളിത് കട്ടിടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇട്ട സ്റ്റിച്ച് കട്ടാവാൻ പാടില്ല. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ ഒരു മടക്ക് കൂടെ മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിട്ട പാർട്ട് ഇത് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിലാണല്ലോ അടുത്ത ക്രോസ് പീസ് വരുന്നത്. അത് ജസ്റ്റ് ഒരു മടക്ക് 2 മടക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കട്ട് ചെയ്ത് ഒന്നും തന്നെ പുറത്ത് കാണില്ല. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നെക്കും കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ദേ ഇങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞ നെക്ക്. നമ്മൾ ആ കട്ട് കൊടുത്തതും ക്രോസ് പീസ് വെച്ചൊന്നും ഇവിടെ മനസ്സിലാകുന്നില്ലല്ലോ. സെയിം തുണി തന്നെ വെച്ചിട്ട് പീസ് കൊടുക്കാൻ നോക്കണേ. അപ്പോൾ എന്ത് ചെയ്തു, ഇനി നമുക്ക് സ്ലീവ്സിലേക്ക് കിടക്കാം. അപ്പോൾ സ്ലീവിൻ്റെ അറ്റമില്ലേ, ആ സ്ട്രെയിറ്റ് ആയിട്ടൊരു ഭാഗം ഉണ്ടാവും. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തു, ജസ്റ്റ് ഒന്ന് പെർഫെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള തുണീൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് തുണിക്ക് കുറച്ചുകൂടെ നീളവും വീതി ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ സ്ലീവ് കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ എന്താ പറയണ്ടേ, എൻ്റെ കയ്യിലുള്ള തുണീൻ്റെ അളവ് വെച്ചിട്ട് ഞാനൊന്ന് മാച്ചാക്കി എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു സ്ലീവാണ് കിട്ടിയത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇടാനായതുകൊണ്ട് ആ ഒരു സ്ലീവ് തന്നെ ധാരാളം. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്ലീവ് അറ്റം തയ്ച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ലീവ് അതിൻ്റെയും അറ്റം ജസ്റ്റ് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് ചിലപ്പോൾ നൂല് വലിയുന്ന ഇഷ്യൂ പോലും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് 2 സ്ലീവിൻ്റെയും അറ്റം തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നോർമലി നിങ്ങൾ കാണുന്ന സ്ലീവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കില്ല, കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കട്ടിങ്ങിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മോഡലായിട്ടാണ് ഞങ്ങളിത് കണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ജസ്റ്റ് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മളെ ബോഡിയില്ലേ ആ നെക്കിൻ്റെ അതിൻ്റെ ജോയിൻ ചെയ്ത ഭാഗം, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഒന്നിച്ച് വെച്ച് 2 അറ്റത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തായി, നമ്മുടെ ഷോൾഡറായിട്ട് സ്ലീവ് അറ്റാച്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരുടെയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു റൗണ്ടിലേക്ക് നമ്മളെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമതും ചെയ്യാം. ഇതിപ്പോൾ രണ്ടാമത്തെ സ്ലീവാണ് വെക്കുന്നത്. സെൻറ്ററിൽ വെച്ചു, ഒരു സൈഡിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തു. അപ്പം നമ്മളിത് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മാറിപ്പോകുമ്പോൾ നമ്മളിത് പിടിച്ചു കൊടുക്കണം, കാരണം നമ്മൾ 2 റൗണ്ട് പോലെയാണുള്ളത്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് മാറ്റി നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണ് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കോട്ടൻ്റെ നൈറ്റി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ലൈനിങ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ള തുണിയാണല്ലോ. അപ്പോൾ ഞാൻ അന്ന് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഇതെന്നുള്ള കാര്യവും കൂടെ മറന്നു പോകല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്കിത് ഫുൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സും അറ്റാച്ച് ചെയ്ത സ്ഥിതിക്ക് ഇനി സ്ലീവ്സിൻ്റെ അറ്റത്തുനിന്ന് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ അറ്റത്തേക്ക് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അവിടെ എന്തോ കുടുങ്ങിപ്പോയതാണ്, നല്ല നൂല് കുടുങ്ങിയ സ്റ്റിച്ചൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളിത് പിന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫുള്ള് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ 2-3 സ്റ്റിച്ച് ഇടാം. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്തുനിന്നാണ് ഇത് തുടങ്ങുന്നത്. സ്ലീവിൻ്റെ കാണുമ്പോൾ ഒരു സ്ട്രെയിറ്റ് പോലെ തോന്നും, പക്ഷേ സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് നമ്മുടെ ടോപ്പിൻ്റെ താഴെ വശത്തേക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവാൻ തോന്നിയുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഉണ്ടായത് പീസും കൂടെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നില്ലെങ്കിൽ ഇല്ല. അപ്പോൾ ചെറിയൊരു പീസ് എക്സ്ട്രാ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടി നമ്മൾ മടക്കി തയ്ക്കാൻ നിന്നില്ല, കാരണം മാക്സീൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഫിനിഷിംഗ് ഗ്ലാസ് തുണി ഉണ്ടായിരുന്നു. പിന്നെ ലെങ്ത്ത് കുറയല്ലോ. അപ്പോൾ നമ്മുടെ 1 മീറ്റർ തുണി പോലും ഇല്ലാണ്ട് നമ്മൾ തയ്ച്ച
ഒരു ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ഈ ഒരു ചൂടത്ത് അവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഭയങ്കര ചൂടുകുരുവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ചൂട് കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ബിഗിനറാണ്, ഒരു ടോപ്പ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം എന്നതിൽ ആഗ്രഹങ്ങളുള്ളവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. കാരണം ചെറിയ കട്ടിങ് അല്ലേ വരുന്നുള്ളൂ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കട്ടിങ് ഒന്നും വരുന്നില്ല. നമ്മളെ കയ്യിലുള്ളൊരു ടോപ്പ് എടുക്കുന്നു, അത് മാർക്ക് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ട സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സ്ലീവ്സിന് നീളം ഇച്ചിരി കുറവ് പോലെ തോന്നും, പക്ഷേ വീട്ടിൽ നിന്ന് ഇടാനായതുകൊണ്ടും തുണീൻ്റെ പര്യാപ്തത കൊണ്ടും, കാരണം എനിക്ക് അത്രയും ലെങ്ത്ത് കിട്ടിയിട്ടുള്ളൂ. കാരണം നമ്മളൊരു ഡ്രസ്സ് അടിച്ചതിൻ്റെ ബാക്കിയാണല്ലോ ഇത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇടാനൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോട്ടൺ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമുണ്ട് ഈ ചൂടത്തിടുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുത്തു. എക്സ്ട്രാ വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറയുന്നേ ഉള്ളൂ. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബാക്കി വന്ന വേസ്റ്റ് പീസ് കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും. സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം തയ്യൽക്കട.